എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 23,908 വിദ്യാർത്ഥികളോടമാണ് ഈ ഒരു അപേക്ഷ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഏകദേശം 23,507 അപേക്ഷകളാണ് ഈ ഒരു ട്രാൻസ്ഫറിലായിട്ട് പരിഗണിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഏകദേശം ഒരു 400 അപേക്ഷകൾ അതായത് ആ ഒരു അപേക്ഷ കൺഫേം ചെയ്യാത്തത് കാരണം അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിച്ചിട്ടില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഇന്ന് വൈകുന്നേരം 5 മണിയോടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. hsk.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങൾ സ്പോർട്സ് കോട്ടയുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തതെങ്കിൽ ആ ഒരു ലോഗിൻ ID ഉപയോഗിക്കുക. അതുപോലെ തന്നെ SWSൻ്റെ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ SWSൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയുമാണ് ഉപയോഗിച്ചതെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും, അതുപോലെ ആപ്ലിക്കേഷൻ നൽകിയിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ അപേക്ഷ കൺഫേം ചെയ്യാത്തതുകൊണ്ട് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചിട്ടില്ല എന്നും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട് റിസൾട്ട്സ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസും ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസിയാണ് ഉണ്ടായിരുന്നത്, ആ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് എത്രാമതായിട്ടാണ് ഉണ്ടായിരുന്നത് എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസും അതുപോലെ സ്കൂളിൽ എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ പ്രിൻറ്റ് അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വല്ല എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടാവുകയാണ് എങ്കിൽ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കൊമേഴ്സിൽ നിന്ന് സയൻസിലേക്കോ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഹ്യൂമാനിറ്റീസ്, അതുപോലെ തന്നെ കൊമേഴ്സ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ബയോളജി സയൻസ്, അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളതെങ്കിൽ, അതായത് ഇപ്പോൾ ഈ ഒരു ഹ്യൂമാനിറ്റീസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ ആണ് കിട്ടിയത്, അല്ലാന്നുണ്ടെങ്കിൽ കൊമേഴ്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്കോ ബയോളജി സയൻസിലേക്കോ ആണ് കിട്ടിയത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ബയോളജി സയൻസിലേക്കാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു 100 മുതൽ 150 വരെ അല്ലെങ്കിൽ 200 രൂപ വരെയുള്ള ഒരു എക്സ്ട്രാ ഫീസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഫീസ് മാത്രം വിദ്യാർത്ഥികൾ സ്കൂളിൽ അടച്ചാൽ മതി. കോഴ്സ് മാറ്റം മാത്രമാണ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ രക്ഷിതാവിനെ കൂട്ടിയിട്ട് പോയിട്ട് വീണ്ടും അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ തന്നെ ട്രാൻസ്ഫർ കിട്ടുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സ് ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായിട്ട് വരുന്ന എക്സ്ട്രാ ഫീസ് മാത്രം വിദ്യാർത്ഥികൾ അടച്ചാൽ മതിയാകും. അത് നിങ്ങൾ അടുത്ത ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് ആ ഒരു പൈസ അടിച്ച് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലേക്ക് മാറാനായിട്ട് സാധിക്കുന്നതാണ്. സ്കൂളിൽ നിന്നും നിങ്ങളുടെ അഡ്മിഷൻ ആ ഒരു കോഴ്സിലേക്ക് പുതുതായിട്ട് മാറ്റുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ഇപ്പോൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കൊമേഴ്സാണ് കിട്ടിയത്, ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു സ്കൂൾ ബയോളജി സയൻസ് ആണ് കിട്ടിയതെന്ന് കരുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതായിട്ട് മറ്റൊരു ജില്ലയിലാണ് ട്രാൻസ്ഫർ കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിലവിൽ പഠിക്കുന്ന സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്കോ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്കോ ആണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും നിങ്ങളുടെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ ബാക്കിയുള്ള SSLC സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള എല്ലാവിധ ഡോക്യുമെൻസും, അത് നിങ്ങൾ അഡ്മിഷൻ നേടുമ്പോൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡോക്യുമെൻസും നിങ്ങൾക്ക് തിരിച്ച് നൽകുന്നതും, അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഈ ഒരു PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ തിരികെ നൽകുന്നതും ആയിരിക്കും. അഡ്മിഷൻ ഫീസ് തിരിച്ച് ലഭിക്കുന്നതല്ല. അപ്പോൾ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള സ്കൂളിൽ പോകുന്ന സമയത്ത് ആദ്യത്തെ സ്കൂളിൽ അഡ്മിഷൻ ഫീസ് അടച്ചപ്പോൾ നിങ്ങൾക്കൊരു റെസിപ്റ്റ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡോക്യുമെൻ്റ്, അലോട്ട്മെൻറ്റ് ലഭിച്ചതിൻ്റെ തെളിവായിട്ടുള്ള അലോട്ട്മെൻറ്റ് ലെറ്റർ, അത് ആവശ്യമുള്ളവർക്ക് സ്കൂളിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുത്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് PTA ഫണ്ട്, കോഷൻ ഡെപ്പോസിറ്റ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ്
നിങ്ങളുടെ യൂണിഫോമിന് വേണം. യൂണിഫോമിന് ഏകദേശം ഒരു 1000 തൊട്ട് 1500 രൂപ വരെ ഫീസ് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പൈസ കൂടി കയ്യിൽ കരുതിയിട്ട് വേണം വിദ്യാർത്ഥികൾ മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലേക്കോ ആണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ ആ ഒരു രീതിയിൽ യൂണിഫോമിൻ്റെ പൈസ കൂടി എടുത്തിട്ട് വേണം പോകാനായിട്ട്. കാരണം യൂണിഫോം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ യൂണിഫോം വാങ്ങിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും. കാരണം വീണ്ടും പോയിട്ട് യൂണിഫോം വാങ്ങിച്ച് ആ ഒരു യൂണിഫോം തയ്ക്കാനായിട്ട് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് തന്നെ ആ ഒരു യൂണിഫോമിൻ്റെ പൈസ കൂടി എടുത്തിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂടി കൂട്ടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇഷ്ടപ്പെട്ട സ്കൂളിലേക്ക് കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഏകദേശം 23,500ഓളം വിദ്യാർത്ഥികളാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ വേക്കൻസി നോക്കുമ്പോൾ ഏകദേശം 30,000 സംതിങ് വേക്കൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ ലഭിക്കാനാണ്, അതായത് അപേക്ഷിച്ച എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.